ഞാൻ പാലക്കാട് വടക്കഞ്ചേരി ലൂർദ് മാതാ ഫൊറോന പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഞാൻ മാതാവിനും ജെറുസലേം നാഥനും നന്ദി പറയുന്നു. ഒരു ദിവസം കഴിഞ്ഞ മാസം 13-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ഈ ഒരു സൈഡ് മൊത്തം തളർന്നു പോയി. അത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ജൂബിലിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. തൃശ്ശൂർ ജൂബിലിയിലേക്ക്. വടക്കഞ്ചേരിയിലാണ് ഈ ചേട്ടൻ്റെ വീട്. വടക്കഞ്ചേരിയിൽ നിന്ന് അപ്പോൾ ഡോക്ടർമാരുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞു ഇവിടെ ഒന്നും പറ്റില്ല, ജൂബിലിയിലേക്ക് പോകാൻ പറഞ്ഞു. ജൂബിലി പോയപ്പോൾ അവിടെ വൈകുന്നേരം ആയപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ എന്നിട്ട് മാറ്റി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. വീണ്ടും നോക്കിയോ, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പറ്റില്ല, അടുത്തത് മെഡിക്കൽ കോളേജിലേക്ക് പോകാം, മൂന്നാമത്തെ ഹോസ്പിറ്റലിലേക്ക് പോവുക. മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ അവിടെ ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാവും, അപ്പം നമുക്കൊരു CT സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ സ്ട്രോക്കിൻ്റേതായിട്ടുള്ള ഒന്നും കാണാനില്ല. തലയിൽ എന്തോ ഒരു വെള്ള പാട കെട്ടിയ പോലെ കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളത് MRI എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ MRIക്ക് പോയി. MRIയിൽ പോയപ്പോൾ അവർ പറഞ്ഞു തലയിൽ ട്യൂമറാണ്, ഈ സൈഡ് മുഴുവൻ അത് വ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് CT സ്കാൻ എടുത്തു, അതിനുശേഷം MRI എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പറയുകയാണ് തലയിൽ ട്യൂമറാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ട്യൂമറാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ ബ്ലഡ് ഞരമ്പുകളിൽ എല്ലാത്തിലും അത് വ്യാപിച്ചതുകൊണ്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലോട്ട് പോയി നോക്കൂ എന്ന് പറഞ്ഞു. വീണ്ടും തിരുവനന്തപുരത്തേക്കോ? കണ്ടോ പ്രിയപ്പെട്ടവരെ, എത്ര ഹോസ്പിറ്റലായി, എവിടെയൊക്കെയായിരുന്നു. വടക്കഞ്ചേരിയുള്ള ഹോസ്പിറ്റലിൽ പോയി, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി, ഇപ്പോൾ ചേട്ടൻ എത്തിയിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ ഞരമ്പുകളിലെല്ലാം പിടിച്ചതുകൊണ്ട് ആള് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ 4ാമത്തെ ഹോസ്പിറ്റലാണ്. ദൈ നിൽക്കുന്ന ചേട്ടനെ നോക്കി ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷയൊന്നുമില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് ഈ ചേട്ടനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. 80% ആള് പോയി കഴിഞ്ഞു, ഇനി 20% ഉള്ളൂ. ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്നെ വിട്ടയച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. വടക്കഞ്ചേരിയിൽ വന്നപ്പോഴേക്കും എൻ്റെ ബന്ധുക്കൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യുന്നു, വീട്ടിൽ ഇട്ടിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വടക്കഞ്ചേരിയിലെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി അവിടെ എന്നെ റൂമിലാക്കി കഴിഞ്ഞ് അച്ഛമ്മ ഞങ്ങളുടെ പള്ളി വികാരിയച്ഛനെ അറിയിച്ചു. അച്ഛനോട് പറഞ്ഞു ആൾക്ക് രോഗിലേപനവും ഇതെല്ലാം കൊടുക്കാം നമുക്ക്. കണ്ടോ പ്രിയ, 4 ഹോസ്പിറ്റലിൽ പോയി അവസാനം ഒന്നും ചെയ്യാല്ല, ഇതേ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ഈ വടക്കഞ്ചേരി ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് വികാരച്ഛനോട് പറഞ്ഞു ദേ നിൽക്കുന്ന ചേട്ടന് രോഗിലേപനം കൊടുക്കാൻ റെഡി ആയിക്കോളോ, അച്ഛനോട് രോഗിലേപനം കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ കുമ്പസാരും രോഗിലേപനം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ മുഖാന്തരം ഇവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പട്ടത്തച്ഛനെ വിളിപ്പിച്ചു. പട്ടത്തച്ഛൻ അന്ന് പിറ്റേ ദിവസം പട്ടത്തച്ഛൻ എന്നെ ഫോണിലൂടെ വീഡിയോ കോളിലൂടെ എന്നെ കണ്ട് സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചത് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ഈശോ വിളിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ജോബി മോനെ നിന്റെ കൈകളൊന്ന് ഉയർത്ത് എന്ന് പറഞ്ഞു. 80% കൈ ഞാൻ പെട്ടെന്ന് ഉയർത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ 3 ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, നീ അതും നടന്നു വന്ന് സാക്ഷ്യം പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വന്നിട്ട് അവിടെ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ നടന്നാണ് വന്നത്. അതിനിടയ്ക്ക് എനിക്ക് വണ്ടി ഓടിക്കാം, എല്ലാം ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ജോബി മോനെ എന്ന പട്ടത്തച്ഛൻ വിളിച്ച ജോബി മോനെ നീ കൈ ഉയർത്ത്, 3 ആഴ്ച കഴിയുമ്പോൾ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന് നീ സാക്ഷ്യം നൽകുക. ഈ മകൻ ഇതാ ഹൈവേയുടെ അവിടെ ഇറങ്ങി അവിടെ നടന്നു, ഇതാ ജെറുസലേം ധ്യാന